അപ്പോൾ ഇങ്ങനെ ദിവസം പോയി നമ്മുടെ റംസാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യം പറയുന്നതിന് മുന്നേ ഈ കത്തി നിൽക്കുന്നത് കണ്ടോ എല്ലാവരും? അങ്ങനെ എൻ്റെ ടേബിളിൽ ഒരു കാൻഡിൽ വേണമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണത്. ഈ പട്ടാപ്പകലിൽ നല്ല വെളിച്ചുള്ള സമയത്ത് അത് കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതൊന്ന് കത്തിച്ച് ഒരു ജേണലൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുതിയ ജേണൽ ബുക്കാണ്. പുതിയതല്ല, പഴയതാണ് ബുക്ക്. പക്ഷെ ജേണലി പുതിയതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് എനിക്കൊരു 3-4 ജേണൽ ബുക്ക് ഉണ്ട്. പക്ഷെ ഒറ്റൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യൂല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഭയങ്കര മടിയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതോ ഇല്ലെങ്കിൽ ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പിൻട്രസ്റ്റ് ഫുള്ളായിട്ടൊന്ന് തപ്പിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്തിനാണ് ഞാനിപ്പോൾ പിൻട്രസ്റ്റ് എന്നൊക്കെ എടുക്കുന്നത്? പുതിയൊരു മന്ത് തന്നെ വരല്ലേ, അതും നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള ഒരു റംസാൻ മന്ത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണൽ തന്നെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ബുക്ക് ഇനി മുതൽ എല്ലാ ദിവസവും തുറന്ന് ഇതിൽ ഡെയിലി ജേണൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡയറി സെറ്റാക്കിയത് തന്നെ. ഈ ഡെയിലി ജേണൽ എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഡയറി ചെയ്താണെന്ന്. ഒരിക്കലും ഞാൻ ഡയറി ചെയ്താനല്ല ഈ ബുക്ക് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഡൂഡൽ ആർട്ട് ചെയ്തിട്ട് ഇതിൽ വരച്ചിട്ട് ആ ഒരു ഡയറി മോഡലാക്കണം എന്നാണ്. ഒരിക്കലും പെന്നുകൊണ്ട് പെൻസിലുകൊണ്ടൊക്കെ എഴുതി വെക്കുന്ന ആ ഒരു ഇതല്ല. ഇതിൻ്റെ ഒരു ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത്, കമൻറ്റും മറക്കണ്ട.